അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യത്താൽ മറ്റൊരു പുണ്യ റമദാൻ കൂടി നമ്മളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, എൻ്റെ മിത്രം ജിബ്രീൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പോയതേ ഉള്ളൂ. അദ്ദേഹം എന്നോടായി പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു പർവ്വത ശിഖരത്തിൽ ഇരുന്നു കൊണ്ട് 500 വർഷം അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്ന ദാസൻ. ആ പർവ്വത ശിഖരത്തിന് 4 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വെള്ളമെത്തിക്കുവാൻ വിരളോളം വലിപ്പമുള്ള ഒരു നീരുറവ ആ ശിഖരത്തിൽ അള്ളാഹു ഒഴുക്കി. എല്ലാ രാത്രിയും ഓരോ പഴം വീതം നൽകുന്ന ഒരു ഉറുമാൻ വൃക്ഷവും അവിടെ ഉണ്ടായിരുന്നു. പകൽ മുഴുവനും ആരാധനയിൽ ഏർപ്പെടുകയും വൈകുന്നേരമാകുമ്പോൾ അംഗശുദ്ധി വരുത്തി ഉറുമാൻ പഴം ഭക്ഷിക്കുകയും ശേഷം നമസ്കാരത്തിൽ മുഴുകുകയും ചെയ്യും. സുജൂദിലായിരിക്കെ മരിക്കണമെന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണമെന്നും അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഖിയാമത്ത് നാളിൽ എഴുന്നേൽപ്പിക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരാക്കപ്പെടുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എൻ്റെ ഈ ദാസനെ എൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല നാഥ, എൻ്റെ കർമ്മം കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എൻ്റെ ഈ ദാസനെ എൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, അല്ല നാഥ, എൻ്റെ കർമ്മം കൊണ്ട്. അള്ളാഹു വീണ്ടും ആവർത്തിച്ചു, എൻ്റെ ദാസനെ എൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, അല്ല നാഥ, എൻ്റെ കർമ്മം കൊണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എൻ്റെ ഈ അടിമയ്ക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങളും അയാളുടെ കർമ്മവും കണക്കാക്കുക. അങ്ങനെ കണക്കാക്കിയപ്പോൾ 500 വർഷം അയാൾ അനുഷ്ഠിച്ച ഇബാദത്ത് അള്ളാഹു അയാൾക്ക് നൽകിയ കാഴ്ച എന്ന ഒരൊറ്റ അനുഗ്രഹത്തിൽ വരവ് വയ്ക്കേണ്ടി വന്നു. പിന്നീട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അയാളുടെ കർമ്മങ്ങൾ തികയാതെ വന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എൻ്റെ ഈ ദാസനെ നിങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിക്കുക. അങ്ങനെ അയാളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അയാൾ വിളിച്ചു പറയും, അള്ളാഹുവേ, നിന്റെ കാരുണ്യത്താൽ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കണമേ. അപ്പോൾ വീണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരാക്കപ്പെടുകയും അള്ളാഹു ചോദിക്കുകയും ചെയ്യും, ഒന്നുമില്ലാതിരുന്ന നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? 500 വർഷം ഇബാദത്ത് ചെയ്യുവാനുള്ള ശേഷി നൽകിയത് ആരാണ്? സുരക്ഷിതമായൊരു സ്ഥലവും കുടിക്കാൻ ശുദ്ധജലവും വർഷത്തിലൊരിക്കൽ മാത്രം കായ്ക്കുന്ന ഉറുമാൻ പഴം ദിവസവും നൽകിയത് ആരാണ്? സുജൂദിലായിരിക്കെ മരിക്കണമെന്ന ആഗ്രഹം നിറവേറ്റിയത് ആരാണ്? അപ്പോൾ അയാൾ പറയും, റബ്ബേ, നീ തന്നെ, നീ മാത്രം. അങ്ങനെ അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുൻദിരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് നാം ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കുവാൻ മാത്രം ശക്തമാണ്. നമ്മളുടെ സമയവും സമ്പത്തും ആരോഗ്യവും ഉപയോഗിച്ച് നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളും രാവിലെ പകലാക്കി നാം അനുഷ്ഠിക്കുന്ന ആരാധനാ കർമ്മങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മളുടെ കാലിന് രോഗം വരുന്നതുവരെ മാത്രമേ നമുക്ക് നിന്ന് നമസ്കരിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ശരീരം തളർന്നു പോയാൽ അത്രയും കാര്യം കഷ്ടത്തിലാകും. നമ്മളുടെ കാഴ്ചയും കേൾവിയുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രം. നമ്മുടെ ബുദ്ധിക്ക് ചെറിയൊരു വ്യതിയാനമുണ്ടായാൽ ഏതു വലിയവനും ഭ്രാന്തനായി മാറും. അത്രയേ ഉള്ളൂ നമ്മൾ. എന്നിട്ടും പൊങ്ങച്ചം കാണിക്കുവാനും പെരുപ്പിച്ച് കാണിക്കുവാനുമുള്ള നമ്മുടെ ശ്രമങ്ങൾ അവസാനിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കൂടാതെ നമുക്കാർക്കും സ്വർഗത്തിൽ എത്തുവാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അള്ളാഹുവിൻ്റെ കാരുണ്യം കൂടാതെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കർമ്മവേളയിൽ ഉടനീളം ഈ ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.